നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ കർണാടകയിൽ വന്ന KCET എക്സാമിന്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണല്ലോ. നിരവധി കുട്ടികളാണ് രാവിലെ ചോദിച്ചിരുന്നത് ബയോളജിയോടൊപ്പം തന്നെ മാത്സ് എഴുതേണ്ടതായിട്ടുണ്ടായിരുന്നോ, അല്ല മാത്സ് ആവശ്യമാണോ BSc നഴ്സിംഗിന് എന്നൊക്കെ പറഞ്ഞ് നിരവധി കുട്ടികൾ ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബയോളജി മാത്രമാണ് ഇന്നത്തെ ദിവസം എഴുതേണ്ടിയിരുന്നത്. പക്ഷെ നിരവധി കുട്ടികൾ മാത്സ് എഴുതി, അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം BSc നഴ്സിംഗിന് വേണ്ടി നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകൾ മാത്രമാണ് എക്സാമിന് വേണ്ടി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. കാരണം KEയുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ KEയിലെ മെയിൻ ആയിട്ട് ഈ BSc നഴ്സിംഗിന് വേണ്ടി, അതായത് ഓരോ കോഴ്സുകൾക്കും വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഇന്ന സബ്ജക്റ്റുകൾ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ സബ്ജക്ട് ടു ബി അപ്പിയർഡ് ഫോർ KCET 2024 എക്സാം എന്ന് പറഞ്ഞിട്ട് PCB മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാത്സ് എഴുതിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എഴുതാത്തവർക്കും എഴുതിയവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കും. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകളുടെ ബേസിസിലായിരിക്കും മാർക്ക് അല്ലെ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുക. അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പതിനായിരക്കണക്കിന് കുട്ടികളാണ് ഈ പറയുന്നത് കർണാടകയുടെ വിവിധ ഭാഗങ്ങളായ ബാംഗ്ലൂർ, മംഗലാപുരം, അതുപോലെ തന്നെ മൈസൂർ, അങ്ങനെ നിരവധി സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വേളയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, പല കോളേജുകൾ നിങ്ങൾ ആക്ച്വൽ ആയിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ കോളേജ് വിസിറ്റുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും പല കോളേജുകളിലെ ആക്ച്വൽ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസി വഴി ആയിക്കോട്ടെ, വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ വഴി മാത്രം നിങ്ങൾ കഴിവതും അഡ്മിഷൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല ചതിക്കുഴികളും ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഒരു മെയിൻ കോളേജ് കാണിച്ചുകൊണ്ട് തന്നെ അതിന്റെ അടിയിലുള്ള സബ് കോളേജുകളിലേക്കൊക്കെ കുട്ടികളുടെ അഡ്മിഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. കാരണം ഇപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് നമുക്കറിയാം, കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത കുട്ടികൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ പരീക്ഷകൾ എഴുതാനായിട്ട് പോവുകയാണല്ലോ. അപ്പൊ നിരവധി കുട്ടികളാണ് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം എന്നെ കോൺടാക്ട് ചെയ്തത്. കാരണം അവരുടെ ഹോൾ ടിക്കറ്റ് വന്ന സമയത്താണ് അവരുടെ ആക്ച്വൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോളേജ് ഏതാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർക്ക് അംഗീകാരമില്ലാത്ത സബ് കോളേജുകളിലേക്കാണ് അവർക്ക് അഡ്മിഷൻ കിട്ടിയതെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഒരു വർഷം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പല കുട്ടികളും കോഴ്സുകളൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വീണ്ടും അടുത്ത വർഷത്തേക്ക്, ഈ വർഷത്തേക്ക് KCET എക്സാം എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുട്ടികൾ പോലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ബാംഗ്ലൂരുണ്ട്. അപ്പൊ ബാംഗ്ലൂർ വെച്ച് പല കുട്ടികളിലും ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടതായിട്ട് എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തിരുന്നു. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഏത് കോളേജുകൾ അഡ്മിഷൻ എടുക്കുന്ന സാഹചര്യത്തിലും നമ്മൾ വ്യക്തമായിട്ട് അഫിലിയേഷൻസ് എല്ലാം പ്രോപ്പർ ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോളേജിന്റെ ക്യാമ്പസിൽ തന്നെ എത്ര കോളേജുകൾ, വേറെ നഴ്സിംഗ് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വേണ്ടത്ര ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടോ. പലരും നോക്കുന്നത് INC ഉണ്ടോ എന്ന് മാത്രമായിരിക്കും. പക്ഷെ ഒരു കോളേജിൽ തന്നെ നിരവധി ബാച്ചസ് ഈ INC ഉള്ള കോളേജുകൾ ഉൾപ്പെടെ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടെന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഏത് കോളേജുകൾ അഡ്മിഷൻസ് എടുക്കുമ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള അഫിലിയേഷൻസ്, ബാക്കിയുള്ള ഫെസിലിറ്റീസ്, അതായത് എസ്പെഷ്യലി അക്കാഡമിക് ഫെസിലിറ്റീസ്, മറ്റുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസ്, അങ്ങനെ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു സെമസ്റ്റർ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അക്കാഡമിക്സ് കൈകാര്യം ചെയ്യുന്ന കോളേജുകളിൽ പഠിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കോളേജുകളിൽ നിന്നൊക്കെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പുറമോടിക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പസും കാര്യങ്ങളും കാണും. പക്ഷെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പല കോളേജുകളിലും പ്രോപ്പർ ആയിട്ടുള്ള അക്കാഡമിക്സ് നടക്കുന്നില്ല. ഇപ്പോഴും കോളേജുകളിൽ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാത്ത നിരവധി കോളേജുകളിൽ സ്റ്റുഡൻസ് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടോ, കാരണം അടുത്ത ആഴ്ച എക്സാം ആണ്, ഇതുവരെയും പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല, പോർഷൻസ് പകുതി പോലും ആയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി കുട്ടികളാണ് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായിട്ട് അക്കാഡമിക്സും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടുത്തെ ആക്ച്വൽ ഫീസ് എത്രയാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല കോളേജുകളിലും അവർക്ക് ആക്ച്വൽ ഫീസിനേക്കാൾ ഉയർന്ന ഫീസാണ് ഏജന്റുമാരും അതുപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞ് ഈടാക്കുന്നത്, കുട്ടികളുടെ അടുത്ത് ഈടാക്കുന്നത്. എല്ലാ കോളേജുകളിലും മിനിമം 25,000 തൊട്ട് 50,000-ത്തിലധികം നമുക്ക് ഫീസ് റിഡക്ഷൻസ് വരുത്തുവാനുള്ള സാഹചര്യം ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. നിങ്ങൾ ഏത് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ അടുത്തുനിന്ന് മേക്ക് ഷുവർ ചെയ്യുക കോളേജിന്റെ അഫിലിയേഷൻസ് ഒക്കെ പ്രോപ്പർ ആണോ, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് അതിന്റെ അത് നേരിടുന്നുണ്ടോ. പല കോളേജുകളിലും കാണിക്കുന്ന ഒരു ക്യാമ്പസ് വേറെ ആയിരിക്കും, ഒരു പക്ഷെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജിന്റെയോ അല്ല മറ്റുള്ള കോളേജുകളുടെയൊക്കെ ക്യാമ്പസും കാര്യങ്ങളായിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷെ ആക്ച്വൽ ആയിട്ട് നഴ്സിംഗ് കോഴ്സുകൾ നടക്കുന്നത് മറ്റുള്ള ഒരു ചെറിയൊരു ക്യാമ്പസിലോ അല്ലെങ്കിൽ ചെറിയൊരു ബിൽഡിങ്ങിലോ മാത്രമായിരിക്കും. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.